സംസ്ഥാനത്ത് മന്ത്രവാദവും ആഭിചാര പ്രവൃത്തികളും സർക്കാർ അംഗീകരിച്ച് നൽകുകയാണോ എന്ന് ഹൈക്കോടതി. മന്ത്രവാദവും ആഭിചാര പ്രവൃത്തികളും നിരോധിക്കുവാനുള്ള നിയമനിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതായി സർക്കാർ അറിയിച്ചതിനെ തുടർന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ പ്രതികരണം. ആഭ്യന്തര വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് നിയമനിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതായി സർക്കാർ അറിയിച്ചത്. നിയമത്തിന്റെ അഭാവത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിയന്ത്രണ നടപടികൾ എന്താണെന്ന് കോടതി ചോദിച്ചു. ദുരാചാരങ്ങളെ അംഗീകരിച്ച് മുന്നോട്ടു പോകാമെന്നാണോ നിലപാട്? നിയന്ത്രണ നടപടികൾ വ്യക്തമാക്കി 3 ആഴ്ചയ്ക്കകം സെക്രട്ടറി തന്നെ സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. മന്ത്രവാദ ആഭിചാര നിരോധന നിയമനിർമ്മാണത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് കേരള യുക്തിവാദി സംഘം സമർപ്പിച്ച ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. കോടതി നിർദ്ദേശപ്രകാരമാണ് സർക്കാർ സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായ നിയമപരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കേരള പ്രിവെൻഷൻ ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് ഇൻഹ്യൂമൻ ഈവിൾസ് പ്രാക്ടീസസ്, സോർസറി ആൻഡ് ബ്ലാക്ക് മാജിക് ബിൽ 2022 എന്ന നിയമനിർമ്മാണം ആലോചിച്ചിരുന്നുവെന്ന് സർക്കാർ വ്യക്തമാക്കി. എന്നാൽ 2023 ജൂലൈ 5 മന്ത്രിസഭായോഗം ഇതുമായി മുന്നോട്ടു പോകേണ്ടെന്ന് തീരുമാനിച്ചു. ഒരു പ്രത്യേക വിഷയത്തിൽ നിയമനിർമ്മാണത്തിന് നിർദ്ദേശിക്കാൻ കോടതികൾക്കാവില്ലെന്നും ഹർജി തള്ളണമെന്നും സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചു. വിഷയം ജൂലൈ 15 വീണ്ടും പരിഗണിക്കും.